ഞാനും അനിയനും കൂടെ ഈവനിങ് ആയപ്പോൾ ഫോറം മാളിലുള്ള കൊച്ചി ഫോറം മാളിലുള്ള മാരിറ്റിൻ്റെ ആർട്ടിസ്റ്റിൽ ഡിന്നർ ബുഫേ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അനിയൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ക്രൗൺ പ്ലാസയിൽ പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് ഡൗട്ടായിരുന്നു. അപ്പോൾ അനിയൻ പറഞ്ഞു, ചേച്ചി ഡിന്നറിന് ഇവിടെ ചോറും മീൻകറിയൊക്കെ കിട്ടും ബുഫേയിൽ. അപ്പം ഞാൻ അത് കേട്ടിട്ടുണ്ട്, ഞാൻ പറയുന്നത് ഇവിടെ തന്നെ പോകാമെന്ന്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടല്ല, ഞാനൊരു 3 മാസം കൂടിയിട്ടാണ് കൊച്ചിയിൽ വരുന്നത്. അപ്പോൾ അതും കൊണ്ടും കൂടിയാണ് ഇന്ന് പോകാമെന്ന് വെച്ചാൽ ഡിന്നറിന് ബുഫേക്ക്. അങ്ങനെ അകത്ത് കയറിയപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് ഫോറം മാളിലെ ഫുഡ് കോർട്ട് എല്ലാം ഓപ്പോസിറ്റ് ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് എല്ലാം ഭയങ്കര വ്യൂ ആണ് ഇവിടെ, എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാം. അത് ഭയങ്കര രസമായിരുന്നു. കയറി ചെന്നുകൊണ്ട് ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് കാണുന്ന രീതിയിൽ സീറ്റൊക്കെ പിടിച്ചു ഇരുന്നു. അത് കഴിഞ്ഞ് എന്തൊക്കെ കഴിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പുഫിക്ക് അറിയാമല്ലോ, നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്തു പോയാലും അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആദ്യം സ്റ്റാർട്ടേഴ്സിൽ തുടങ്ങി. സ്റ്റാർട്ടേഴ്സ് എല്ലാം നല്ലതായിരുന്നു. നല്ലൊരു ബീഫിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചത്. അപ്പോൾ അനിയൻ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടല്ലേ, ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ചീസ് ബോൾ ഉണ്ടായിരുന്നു സ്റ്റാർട്ടറിൽ. പിന്നെ ഒരു വെജിൻ്റെ ഒരു സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ ആ ബീഫും, എനിക്ക് ചീസ് വലിയ ഇഷ്ടമല്ല, ബീഫും പിന്നെ ഫിഷുമാണ് എടുത്തത്. അത് കഴിഞ്ഞ് ചിക്കനും ഉണ്ടായിരുന്നു. ഫിഷിന് കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു, അതുകൊണ്ട് പിന്നെ അതും അത്ര കഴിച്ചില്ല. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫിഷാണ്. പിന്നെ ബീഫിൻ്റെ അത് കുറച്ചെടുത്ത് നല്ലപോലെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി മെനുവിൽ എന്തൊക്കെയുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ചോറിന് മോരുകറി ഉണ്ട്, അതിനപ്പുറത്ത് കേർഡ് റൈസ് ഇരിപ്പുണ്ട്. ഇത് മോരുകറിയാണ്. പിന്നെ അതിനോട് ചേർന്നിട്ട് ഇത് വഴുതനങ്ങ തോരൻ. വീട്ടിൽ വഴുതനങ്ങ തോരൻ വെക്കാറില്ല, അമ്മയ്ക്ക് വഴുതനങ്ങ വലിയ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് വഴുതനങ്ങ എന്ന് പറയുന്ന വെജിറ്റബിൾ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ലേഡീസ് ഫിംഗറിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു എന്നേ ഉള്ളൂ. പിന്നെ മുരിങ്ങയ്ക്ക കൊണ്ടുള്ളൊരു തേങ്ങയിട്ട് അരച്ചൊരു കറി ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. പിന്നെ മീൻ കറി തീരെ മെച്ചമില്ലായിരുന്നു. എടുത്തു ഞാൻ, പക്ഷേ അത്ര മെച്ചം ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് റോസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. ചോറിൻ്റെ കൂടെ എടുത്തു ഞാൻ. അവിടെ നമ്മുടെ മട്ട റൈസ് ഉണ്ടായിരുന്നു, അല്ലാതെ മറ്റേ ബസ്മതി റൈസ് പോലുള്ള റൈസ് ഉണ്ടായിരുന്നു. എനിക്ക് ബേസിക്കലി മട്ട റൈസ് കഴിക്കാനാണ് ഇഷ്ടം. മറ്റേ റൈസ് ഞാൻ കഴിക്കാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചെന്നൈയിലായതുകൊണ്ട് അവിടെ കൂടുതലും അതാണല്ലോ അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ട് കഴിക്കാറുണ്ട്. ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട്, മാങ്ങ ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഉണ്ടായിരുന്നു, കുക്കുംബർ ഉണ്ടായിരുന്നു, പിന്നെ മുളകുണ്ടായിരുന്നു, പപ്പടം പോലത്തെ അങ്ങനത്തെ പലതരം പപ്പടങ്ങളുണ്ടായിരുന്നു. പിന്നെ സൂപ്പിൽ മഷ്റൂം സൂപ്പ്, പിന്നെ ഒരു ബീഫ് സൂപ്പ് ഉണ്ടായിരുന്നു. ഇത് ഈ സൈഡിൽ വെജിറ്റബിൾസിൻ്റെ 1-2 കറിയും പിന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല. ഞാൻ സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞാൽ നാൻ മേടിക്കാമെന്ന് അപ്പോഴേ പ്ലാൻ ചെയ്തിരുന്നു. ബീഫ് സ്റ്റൂ ഉണ്ടായിരുന്നു, ആക്ച്വലി അതും എടുക്കാൻ മറന്നുപോയി ഞാൻ. ഒരു പനീർ സാഫ്രോൺ കറി ഉണ്ടായിരുന്നു. ഇത് ബട്ടർ ചിക്കൻ പോലൊരു കറിയായിരുന്നു, കുഴപ്പമില്ല. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ പോവും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പനീർ സാഫ്രോൺ. ഇതെന്താണെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കുറച്ചെടുത്തു. എനിക്ക് പനീർ ഇഷ്ടമാണ്, അനിയനൊന്നും പനീർ അത്ര ഇഷ്ടമല്ല. പക്ഷേ സാഫ്രോണിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കും, പക്ഷേ രസമായിരുന്നു. ഇത് ചന മസാല പോലൊരു കറിയായിരുന്നു, ഇത് വെജിറ്റബിൾ കറിയായിരുന്നു. ഇതൊക്കെ നാൻ്റെ കൂടെ അല്ലെങ്കിൽ ചൈനീസ് ഡിഷിൻ്റെ കൂടെ പോകുന്ന കറികളായിരുന്നു ഈ സൈഡിലുണ്ടായിരുന്നതല്ല. അപ്പം അങ്ങനെ തന്നെ ചമ്മന്തി, അച്ചാറുകൾ അതൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ റൈസ് എടുത്തു. നമ്മളങ്ങനെ ഫ്രൈ വേറെ പറഞ്ഞു, കിളിമീൻ അല്ല നമ്മൾ പറഞ്ഞത്. അങ്ങനെ 2 മീൻ പറഞ്ഞു, അതിലൊരു മീനാണ് നമ്മൾ പറഞ്ഞത്, അതും അത്ര പോരായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് സ്റ്റാർട്ടേഴ്സും എടുത്ത് ഞാൻ നിർത്തി. സ്റ്റാർട്ടേഴ്സിൽ ഇളനീർ പുഡിങ് അടിപൊളിയായിരുന്നു. പിന്നെ ജാം റോള് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒരു ഉമാലി പുഡിങ് ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. കഴിച്ചു കഴിഞ്ഞുള്ള ക്ഷീണം ഒരു രക്ഷയില്ല. അങ്ങനെ അപ്പോൾ ഡിന്നർ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ടാറ്റാ, ബൈ.